ഹലോ എവരിവൺ, ഇത് ഞാൻ ദുപ്പട്ട ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഈ ഒരു മെറ്റീരിയലിൽ എങ്ങനെയാണ് ലേസ് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. 2.25 മീറ്റർ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ആ വിഡ്ത്ത് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എടുക്കുന്നത് ഹെവി മെറ്റീരിയൽ ആണെങ്കിൽ ദുപ്പട്ടയ്ക്ക് ഇത്ര വിഡ്ത്ത് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡിലും ലേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 7 മീറ്റർ ലേസ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു സമോസ ലേസ് ആണ് എടുത്തത്. മെറ്റീരിയലിന്റെ തേരുവശം അല്ലാത്ത രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒറ്റ തവണ മാത്രമേ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. മെറ്റീരിയലിന്റെയും ലേസിന്റെയും നല്ല വശം ഒന്നിച്ചു വരുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് മെറ്റീരിയലിന്റെ അറ്റത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കോണെത്തുന്ന സമയത്ത് ലേസ് ഇതുപോലെ മടക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീഡിൽ പൊക്കിയിട്ട് മെറ്റീരിയൽ തിരിച്ചു വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തും. അപ്പോൾ ഇതുപോലെ ആ ലേസിന് മുകളിൽ 1 ഇഞ്ച് ലെങ്ത്തിലെങ്കിലും ലേസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഈ ലേസിനെ നല്ല വശം പുറമേ കാണുന്ന വിധത്തിൽ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 സൈഡിലും ലേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ലേസ് മാത്രം അറ്റാച്ച് ചെയ്തിട്ട് ഒരു സിമ്പിൾ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ഫാൻസി ദുപ്പട്ടയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ പെയിന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.